ഭാരത് മാതാ കി ജയ്. തിരുവനന്തപുരം ഞങ്ങളിങ്ങ് പിടിച്ചു. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനില് കേരളം കൂടെ ഞങ്ങളിങ്ങ് പിടിക്കും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്തെങ്കിലും പരിപ്പ് വെള്ളത്തിലിടാൻ വെച്ചേക്കുവാണെങ്കിൽ വേണ്ട, കുതിരത്തും ഇല്ല, വേവത്തും ഇല്ല. അപ്പൊ ഞാനിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാല്, ഈ വരുന്ന നിയമസഭാ ഇലക്ഷനില് ഞങ്ങള് BJP അധികാരത്തിൽ വന്നാല് നടത്താനിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വായിക്കാൻ വേണ്ടിയിട്ടാണ്. നിയമസഭയുടെ പേര് മാറ്റി ശാഖ യോഗസഭ എന്നാക്കും. KSRTC മാറ്റി റോഡിൽ കൂടി വന്ദേ ഭാരത് ഓടിക്കും. ബിവറേജും ബാറും പൊതിച്ച് കുടിയന്മാരെ ശാഖ ചേർക്കും. പെൻഷൻ നിർത്തലാക്കി വൃദ്ധർക്ക് നാമജപ സംഘം എന്ന സംരംഭം തുടങ്ങാൻ മുദ്രാ ലോൺ നൽകും. മുക്കിനുള്ള ആശുപത്രികൾ പൂട്ടിക്കും. കേന്ദ്രത്തിലില്ലാത്ത സൗകര്യം എന്തിനാ കേരളത്തില്? ഇതിനൊക്കെ കാശ് വേണ്ടേ? നാട്ടിലുള്ള എല്ലാ പ്രതിമകളും പൊളിച്ച് പകരം മോദിജി, അമിത്ഷാജി, ശിവാജി, സവർക്കർജി എന്നിവരുടെ പ്രതിമയാക്കും. 10 വീടിന് ഒരു ശൗചാലയം എന്നാക്കും. ആവശ്യമില്ലാതെ വീട്ടിൽ ശൗചാലയം വെച്ചേക്കുന്നവന്മാരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തും. സിലബസ് മാറ്റും. സാമൂഹ്യ പരിഷ്കർത്താക്കളായ രാജീവ് ജി, സുരേട്ടൻ, രമേശ് ജി, മുരളീജി, സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ശോഭേച്ചി, ശശികലേച്ചി എന്നിവരെ പറ്റി പുതുതലമുറ പഠിക്കും. ഗോപിയായ തൃശൂർക്കാർ എന്ന മലയാള പദ്യം 1ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. ബജറ്റ് 90% മതസ്പർദ്ധ വളർത്താനും വർഗീയ പോസ്റ്റ് ഉണ്ടാക്കാനും നീക്കിയിരുത്തും. അപ്പോ വിശ്വാസ സംരക്ഷണം, ഐക്യമില്ലായ്മ, കുത്തിത്തിരിപ്പ്, മതവാദം ഇതെല്ലാം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഭാരത് മാതാ കി ജയ്.